പ്രേക്ഷകർ ഇനിയിപ്പോൾ നമ്മൾ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളുടെ അപ്ഡേഷൻസിലേക്ക് പോവുകയാണ്. പോലീസിനെയൊക്കെ വെല്ലുവിളിച്ച് ഒളിവിലായിരുന്ന അർജുൻ ആയങ്കിയെ ഇന്ന് പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത്. കണ്ണൂർ നഗരത്തിലെ അഭിഭാഷകരുടെ അപ്പാർട്ട്മെന്റിൽ ഒളിച്ചു കഴിയവെയായിരുന്നു ഇയാൾ പിടിയിലാകുന്നതും. ഇപ്പം നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ആയങ്കി ഉള്ളത്. ഇദ്ദേഹം പോലീസിനെ സമൂഹ മാധ്യമങ്ങൾ വഴി വെല്ലുവിളിച്ചത് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ കേസാണിപ്പോൾ സൈബർ പോലീസ് എടുത്തിരിക്കുന്നത്. ഇതിൽ ADGP P. വിജയന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അതിലേക്ക് പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം വെല്ലുവിളിക്കുന്ന പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശമുണ്ട്. ഒന്ന് ഇയാളെ പിടിച്ചിരിക്കണം, രണ്ട് ഇതൊരു നമ്മളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ നിയമപരമല്ലാത്തൊരു രീതിയും ഫോളോ ചെയ്തത്. കൃത്യമായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന രീതികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇതിനിടയിൽ തളക്കാവിലെ അപ്പാർട്ട്മെന്റിൽ പോലീസ് എത്തുന്നതും ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതുമായ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. പിടിയിലായ ശേഷവും കോതമംഗലം CIക്കെതിരെ വിമർശനം തുടരുകയാണ് ആയങ്കി. CI തന്റെ ജീവിതം തകർത്തു, കസ്റ്റഡിയിൽ പോലീസ് ഇതുവരെ മർദ്ദിച്ചില്ല, ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കടലിൽ പോയവരെ കിട്ടിയോ എന്നായിരുന്നു ആയങ്കിയുടെ മറുചോദ്യം. കടലിൽ കാണേണ്ടവരെ കിട്ടിയ അർജുൻ ആയങ്കിയെ ഇന്ന് രാത്രിയോടുകൂടി കൊച്ചിയിൽ എത്തിക്കാനാണ് നിലവിൽ നീക്കം നടക്കുന്നത്. ആയങ്കിയുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് എറണാകുളം റൂറൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അർജുൻ ആയങ്കിയുടെ സഹോദരനെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സഹോദരൻ അജയ് സഹായം നൽകിയെന്നാണ് FIR പറയുന്നത്. കേരളം ഗുണ്ടകളുടെ പറുദീസയല്ല എന്ന് ആയങ്കിയുടെ അറസ്റ്റിനു ശേഷം കുറച്ചു മുൻപ് മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. എല്ലാ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടകൾക്ക് ഇതാകും അനുഭവം. കേരളം ഗുണ്ടകളുടെ നാടല്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. കണ്ണൂരിൽ നിന്ന് നിഖിലും എറണാകുളത്ത് നിന്ന് സഹിൻ ആന്റണിയും തത്സമയം ചേരുന്നു. ആദ്യം നിഖിലിലേക്ക് പോവുകയാണ്. നിഖിൽ, നിലവിൽ സൈബർ സ്റ്റേഷനിൽ തുടരുകയാണ്, ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ ആയങ്കി. ഇപ്പം സൈബർ പോലീസ് എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിഖിൽ? സൈബർ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചും ഒപ്പം തന്നെ അശ്ലീല ഭാഷയിലുമുള്ള ആ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട പരാതിയിലെ കേസാണ്. അത് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയായിരുന്നു. അതിലാണ് അർജുൻ ആയങ്കിയെ പ്രതി ചേർത്ത് കേസെടുത്തത്. ആ കേസിൽ അല്പസമയം മുൻപ് അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം അവർ കണ്ണൂരിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരിലേക്ക് എത്തി ഒരുപക്ഷെ ബാക്കി കോടതി നടപടികളാണ്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അർജുൻ ആയങ്കിക്ക്
ഈ സൈബർ കേസിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ മറ്റ് നിയമ നടപടികൾ അത് ഏത് നിലയ്ക്ക് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ നിന്ന് എറണാകുളം പോലീസ് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി അതിലെന്തെങ്കിലും നിയമപരമായ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഏകദേശം ഒരാഴ്ച നീണ്ട കള്ളനും പോലീസും കളിയാണ് ഇന്ന് പുലർച്ചെ 2:30 കണ്ണൂർ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ അവസാനിച്ചത്. അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 2:45 കൂടിയാണ് അർജുൻ ആയങ്കി അവിടേക്ക് എത്തുന്നത്. പോലീസിന് ഇക്കാര്യം ലഭിക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ നൽകിയ ചില സൂചനകളിൽ നിന്നാണ്. അതായത് കഴിഞ്ഞ 2 ദിവസമായി തളിപ്പറമ്പിലെ ഒരു ബാറിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ലോഡ്ജിൽ അർജുൻ ആയങ്കി ഉണ്ടായിരുന്നു. ഈ സ്ഥലം പോലീസ് മനസ്സിലാക്കിയെന്നും ഇങ്ങോട്ട് ഏത് സമയവും പോലീസ് എത്തുമെന്നും കണ്ടതോടെ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ പയ്യന്നൂർ ഭാഗത്തേക്ക് അർജുൻ ആയങ്കി പോയിരുന്നു. അത് ഇന്നലെ രാവിലെയാണ് അങ്ങനെ പോയത്, ഒരു 11 മണിക്ക് ശേഷം. പോകുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ ഓട്ടോറിക്ഷയിൽ ഇരുന്നു കൊണ്ട് ഓട്ടോ ഡ്രൈവറുടെ മൊബൈൽ ഫോൺ വാങ്ങി പയ്യന്നൂരിലുള്ള ഒരു സുഹൃത്തിനെ അർജുൻ ആയങ്കി ഫോണിൽ വിളിക്കുകയും കാറുമായി വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തളിപ്പറമ്പിൽ നിന്ന് പയ്യന്നൂരിലേക്കുള്ള പാതയിൽ ചുടല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഈ കാറുമായി വന്ന സുഹൃത്തിനൊപ്പം വീണ്ടും കണ്ണൂർ ഭാഗത്തേക്ക് വരികയും താളിക്കാവിലുള്ള, അതായത് നഗരത്തിൽ തന്നെ, കണ്ണൂർ നഗരത്തിൽ തന്നെ താളിക്കാവിലുള്ള ഈ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയുമായിരുന്നു. ആ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു ചുവന്ന കാറ് വരുന്നത് കാണാം. ആ കാറിലാണ് അർജുൻ ആയങ്കിയെ സുഹൃത്ത് ഈ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ, ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അർജുൻ ആയങ്കി അവിടെ തന്നെ തങ്ങുന്നു. ഈ ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ കാറ് കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന്റെ നീക്കം. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ സുഹൃത്ത്, അതായത് അർജുൻ വിളിച്ചത് പ്രകാരം കാറുമായി എത്തിയ സുഹൃത്ത് ആരാണെന്നും കാർ ഏതാണെന്നും തിരിച്ചറിഞ്ഞത്. പിന്നീട് ആ കാർ സഞ്ചരിച്ച പാതയിലെ CCTV ദൃശ്യങ്ങൾ ഓരോന്ന് പിന്തുടർന്നാണ് താളിക്കാവിലെ അപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് എത്തുന്നത്. അവിടെ എത്തി പോലീസ് ആദ്യം നമുക്ക് പോലീസ് എത്തുന്നതും തിരിച്ചു പോകുന്നതുമായ CCTV ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതായത് പുലർച്ചെ ഏകദേശം 1:15 കൂടിയാണ് ഈ കണ്ണൂർ സിറ്റി ഒപ്പം തന്നെ കണ്ണൂർ റൂറൽ പോലീസിന്റെ സംയുക്ത ഈ സംഘം അവിടെ എത്തുന്നത്. ടൗൺ പോലീസും എത്തുന്നുണ്ട്. പക്ഷെ 1:15 കൂടി അവിടെ എത്തിയെങ്കിലും 2:45 കൂടി മാത്രമാണ് പോലീസ് സംഘം അവിടെ നിന്ന് തിരിച്ചു പോകുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ആദ്യം പോലീസ് ഈ അപ്പാർട്ട്മെന്റിൽ എത്തുകയും അർജുൻ ആയങ്കി ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇല്ല എന്ന മറുപടിയായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിൽ പോലീസിന് അവിടെ കയറി അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാത്തിരുന്നു. പിന്നീട് ഏകദേശം 2:30 കൂടിയാണ് അർജുൻ ആയങ്കി അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് പിടികൂടുന്നത്. ഇതിനിടയിൽ അർജുൻ ആയങ്കി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഓടിച്ചിട്ട് പിടിച്ച് കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ എത്തിച്ചു. ഇപ്പോൾ സൈബർ പോലീസിൽ അതിന്റെ തുടർ നടപടികൾ തുടരുകയാണ്. ഓക്കെ നിഖിൽ, ശരി. സഹിൻ ആന്റണി കൂടി തുടരുന്നുണ്ട്. സഹിൻ, ഇപ്പം അർജുൻ ആയങ്കിക്കെതിരെ 3 കേസുകൾ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ആയങ്കിയെ കൊച്ചിയിൽ എത്തിക്കുമെന്നും നമ്മൾ അനുമാനിക്കുന്നു. കൊച്ചി പോലീസിന്റെ നിലവിൽ പോലീസിന്റെ നീക്കം എന്താണ്? സേതു, എറണാകുളം റൂറൽ പോലീസ് നിലവിൽ 4 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ ഉള്ളത്. എറണാകുളം റൂറൽ പോലീസിൽ ഇതിൽ തന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോതമംഗലം CA ഭീഷണിപ്പെടുത്തിയ കേസാണ്. മറ്റൊന്ന് ഊന്നുങ്കൽ CA ഭീഷണിപ്പെടുത്തിയ കേസാണ്. മൂന്നാമത്തേത് ആലുവ സൈബർ പോലീസ് എടുത്ത കേസ്. അത് മുഖ്യമന്ത്രിക്കെതിരെ അശ്ലീല മോശം പരാമർശം നടത്തിയതിനെടുത്ത കേസാണ്. അങ്ങനെ 3 കേസുകളാണ് നിലവിലുള്ളത്. മൊത്തം 4 കേസുകളുണ്ട്. ആദ്യം എടുത്ത കേസ് എന്ന് പറയുന്നത് കോതമംഗലത്ത് അർജുൻ ആയങ്കിയും സംഘവും സംഘടിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾക്ക് പദ്ധതിയിട്ടു എന്നുള്ളതായിരുന്നു കേസ്. ഇതേ തുടർന്നാണ് പിന്നീട് അർജുൻ ആയങ്കി കോതമംഗലം CA ഭീഷണിപ്പെടുത്തുന്നതും അതിന് 2ാമത്തെ കേസെടുക്കുന്നതും അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കുന്നതുമെല്ലാം. എന്തായാലും നിലവിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യമില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂരിലേക്ക് എറണാകുളം റൂറൽ പോലീസ് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരെത്തും. വൈകുന്നേരത്തോടു കൂടി അർജുൻ ആയങ്കിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തും. രാത്രിയോടുകൂടി കൊച്ചിയിൽ
അർജുൻ നായകിയെ എത്തിക്കാൻ കഴിയുമെന്നാണ് പോലീസിൻ്റെ വിശ്വാസം. ആ രീതിയിൽ തന്നെയാണ് കൊച്ചി സിറ്റി പോലീസ്, എറണാകുളം റൂറൽ പോലീസും പുറപ്പെട്ടിരിക്കുന്നത്. അയാളെ ഇവിടെ എത്തിച്ച ശേഷം അയാളെ വിശദമായി ചോദ്യം ചെയ്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അർജുൻ നായകിയുടെ വെല്ലുവിളിയും നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഴ്ചകൾ നീണ്ട ഒളിച്ചുകളിയുമെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. അർജുൻ നായകിയെ ഇന്നലെ പുലർച്ചെയോടെ പിടികൂടിയപ്പോഴും അയാളെ പരമാവധി വേഗത്തിൽ കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് കൊച്ചി സിറ്റി പോലീസ് നടത്തിയിരുന്നത്. കണ്ണൂർ ഇയാൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസിൽ ഇയാൾക്ക് ജാമ്യം ലഭിച്ചാൽ ഇയാളെ അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ അയാളെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ആരംഭിക്കും. സേതു. ഓക്കേ.